ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അവില് നനയ്ക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണെന്നല്ലേ അതിനായിട്ട് എടുത്തേക്കുന്ന ശർക്കര, ഇത്തിരി തേങ്ങ. നമ്മൾ തേങ്ങ കൂടുതൽ ഇട്ടാലും പ്രശ്നമില്ല, അതിനനുസരിച്ചാണ് നമുക്ക് നല്ല മധുരം കിട്ടുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളവും പിന്നെ അവിലുമാണ്. ചെമ്പാവരിയാണ് കേട്ടോ, നല്ല അവിലാണ്. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളുള്ള അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നിക്കൂ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ അവിൽ എടുത്തിട്ടുണ്ട്. നിക്കൂ, ദേ ആ തേങ്ങ ഇങ്ങെടുത്തേ. ഓക്കെ, തേങ്ങ മൊത്തം ഇടാവേ നമുക്ക്. തേങ്ങ ഞാൻ ഇത്തിരി എടുത്തിട്ടുള്ളൂ, അപ്പം നമുക്കത് മൊത്തം ഇടാം. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഇത് ശർക്കര എടുക്കാം. ആ ശർക്കര ഇങ്ങനെ എടുക്കും മിക്കു. ശർക്കര അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്പൂണിലാണ് കേട്ടോ ശർക്കര ഇടുന്ന. ശർക്കര 4 സ്പൂണാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ശർക്കര നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചൊന്ന് ഞെവിടി കൊടുക്കാം. കൈ ഞാൻ വൃത്തിയായി കഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്കൊക്കെ പറ്റും. അപ്പം നമ്മൾ ഞെവിടി കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവില് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അവില് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മിക്കു ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. അനിയത്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതാണ് നമ്മുടെ അവില്. സൂപ്പർ. തേങ്ങ ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്കുന അടിപൊളി. തേങ്ങ ഇതും ഇട്ട് മിക്സ് ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട്. നമുക്കിത് ഏതാച്ചും ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ ഗൈസ്, മിക്കുനെ ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. എൻ്റെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഹെൽത്തിയാണ്. പിന്നെ ഇത് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തനിച്ച് തന്നെ ഉണ്ടാക്കി കഴിക്കാം. തേങ്ങയൊക്കെ അമ്മയോട് തിരുവി തരാൻ പറയണം. പിന്നെ ബാക്കിയൊക്കെ കൊച്ചു കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാമെന്ന് പറയാം. അടുത്ത വീഡിയോ കാണാമേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യേ, ലൈക്കും ഷെയർ ചെയ്യണേ.